നോക്കച്ചാ, ഈ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. സാധാരണക്കാരെ മനസ്സിലാക്കി സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെയും ഇല്ലേ? ലൈബ വെഡിങ് സെന്റർ അല്ലേ? കറക്റ്റ് വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചോക്കാട് പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ കോൺഗ്രസും ലീഗുമുണ്ടായ സംഘർഷത്തിൽ വിശദീകരണവുമായി UDF നേതാക്കൾ രംഗത്ത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്ത് വന്നവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് നേതാക്കൾ പറഞ്ഞു. AP അനിൽകുമാറിന്റെ പര്യടനങ്ങളിലെ പങ്കാളിത്തം കണ്ട് CPM വ്യാജ പ്രചരണം നടത്തുകയാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചോക്കാട് പഞ്ചായത്തിൽ ബഹുമാന്യായ ശ്രീ അനിൽകുമാർ MLA തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ മുതൽ ചോക്കാട് പഞ്ചായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വമ്പിച്ച ജനക്കൂട്ടങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളേറെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അനിൽകുമാർ ജയിക്കുമെന്നൊരു പ്രതീതി സൃഷ്ടിച്ച സമയത്ത് അതിൻ്റെ ഇമേജ് കുറക്കാൻ വേണ്ടി UDF വിരോധികളായ CPM കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ച് പാർട്ടി നടപടിക്ക് വിധേയമാവലും പാർട്ടി പരിപാടികളുമായി സഹകരിപ്പിക്കാത്ത കുറച്ച് ആളുകൾ ചേർന്ന് ഉദരംകോയിൽ പ്രാദേശികമായ ചില തർക്കങ്ങൾ ഉണ്ടാക്കുകയും അത് പർവ്വതീകരിച്ച് അത് അനിൽകുമാറിനെതിരാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിനെതിരെ വിശദീകരണം കൊടുക്കുക എന്ന ഒരു ബാധ്യതയായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണത്തിന് വേണ്ടി UDFൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. ഉദരംകോയിലിനെ സംബന്ധിച്ചിടത്തോളം വാർഡിലെ UDF സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ച ആളുകൾക്ക് നടപടിക്ക് അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയ കുറേ ആളുകൾ അനിൽകുമാർ സാറിൻ്റെ വരവോടുകൂടി അവിടെ ആ യോഗസ്ഥിരത്തിൽ വരികയും അവിടെ ബഹളമുണ്ടാക്കുകയും അവിടെ വെച്ച കസാരകൾ വലിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവിടെ UDFൻ്റെ പ്രവർത്തകന്മാർ പ്രതിരോധിച്ചു എന്ന് മാത്രവുമല്ല അനിൽകുമാറിനെതിരാണ് ഇവിടുത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും എന്ന രൂപത്തിൽ ചില മാധ്യമങ്ങളിലൊക്കെ വന്നതായി കണ്ടു. ഇവിടെ ഒരു കാര്യം തീർത്തു പറയുന്നു. അനിൽകുമാർ MLA മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗുമായി വളരെയേറെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിലെല്ലാത്തിൻ്റെയും ഒപ്പം നിന്ന ഒരു MLA ആണ് ശ്രീ അനിൽകുമാർ. മാത്രമല്ല എല്ലാ രംഗത്തും ലീഗുമായി ലീഗിൻ്റെ പ്രോഗ്രാമുകളുമായൊക്കെ 100% സഹകരിക്കുന്ന ആത്മബന്ധം പുലർത്തുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ പോലും പരസ്പരം ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. UDF സംവിധാനത്തിൽ അരക്കിട്ട് ഉറപ്പിച്ച UDFൻ്റെ പ്രവർത്തകന്മാരൊക്കെ 100% അദ്ദേഹത്തിൻ്റെ മഹാഭൂരിപക്ഷമായി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ രാവിലെ ബഹുമാൻ അബ്ദുൽ സമദാനി MP അദ്ദേഹത്തിന് ഈ നിയോജക മണ്ഡലത്തിൻ്റെ പര്യടന പരിപാടി മമ്പാട്ടുമുലയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് വമ്പിച്ചൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ്. അതിരാവിലെ ഒരു ടാപ്പിംഗ് മേഖലയായ ഈ പ്രദേശത്ത് അത്രമാത്രം ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ അതിൻ്റെ രാഷ്ട്രീയ ഇഷ്യൂസ് ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കള്ളപ്രചരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും CPMൻ്റെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ചോക്കാട് പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി പര്യടനം നടക്കുകയായിരുന്നു. ഉദരംകോയിലിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണമൊരുക്കുകയും ചെയ്തിരുന്നു. സ്വീകരണ വേദിയിൽ വെച്ചാണ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗ് അംഗം MA ഹമീദിനെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും ഇപ്പോഴും CPM പഞ്ചായത്ത് അംഗത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുമാണ് ഇതിന് പിന്നിലെന്ന് UDF നേതാക്കൾ പറഞ്ഞു. AP അനിൽകുമാർ MLAയോടുള്ള എതിർപ്പാണ് സംഘർഷത്തിന് കാരണമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ CPM ആണെന്നും UDF നേതാക്കൾ പറഞ്ഞു. UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിക്കുകയും CPMൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ചില ആളുകളെ അവരെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് UDF നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ UDF സംവിധാനം ഉണ്ടാവുകയും ആ ഒരു UDFൻ്റെ പ്രാദേശിക നേതൃത്വം അനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവിടെ ഒരു വേദി ഒരുക്കുകയും ചെയ്തു. ആ വേദിയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കെ ഈ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ അവരോടൊപ്പം തന്നെ CPMൻ്റെ അവിടുത്തെ വാർഡ് മെമ്പറുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പറെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളടക്കം ആ വേദിയിലേക്ക് കയറി വന്ന് ആ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു സ്വീകരണ പരിപാടി
അലങ്കോലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേദിയിൽ വന്ന് അലങ്കോലപ്പെടുത്താൻ വരുമ്പോൾ അതിൻ്റെ സംഘാടകരെന്നുള്ള നിലക്ക് ഞങ്ങളവരെ അവിടുന്ന് മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴുണ്ടായൊരു വാക്കേറ്റമാണ് അവിടുന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ വാക്കേറ്റത്തിന് അനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായോ യാതൊരു ബന്ധമല്ല. അങ്ങനെ അനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെയാണ് അവിടെ വാക്കേറ്റം ഉണ്ടായത്, ഉന്തും തള്ളൊക്കെ ഉണ്ടായത് എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റ് ചാനലുകൾ വാർത്താമാധ്യമങ്ങളിലൊക്കെ ഒരു പ്രചരണം നടത്തി സത്യത്തെ വഴിതിരിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് ഈ CPM-ൻ്റെ സൈബർ പോരാളികളും അതുപോലെ തന്നെ ചില ആളുകളും ഒക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് തീർത്തും തെറ്റിദ്ധാരണയാണ്. അനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വോട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ ആത്മാർത്ഥതയോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക തലത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉതിരൻപോയിൽ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി AP അനിൽകുമാറിൻ്റെ പര്യടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉതിരൻപോയിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ UDF-നെതിരെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-നെതിരെ പ്രവർത്തിച്ച ആളുകൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ആ പരിപാടിയിലേക്ക് വന്നപ്പോൾ നിലവിലുള്ള അവിടുത്തെ UDF-ൻ്റെ പ്രവർത്തകർ അതിലൊരു എതിർപ്പ് പ്രകടിപ്പിച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് അനിൽകുമാറിനെതിരോ അല്ലെങ്കിൽ UDF-നെതിരോ ആയിട്ടല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ CPM വേറെ കാര്യങ്ങളൊന്നും അഭിപ്രായങ്ങളൊന്നും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലാഞ്ഞിട്ട് നമുക്കറിയാം 25 വർഷമായി പ്രത്യേകിച്ച് ഇവിടെ 15 വർഷമായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ അനിൽകുമാറിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് CPM-ഉം സൈബർ സഖാക്കളും ഇത് ഉപയോഗിക്കുന്നത്. തിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അനിൽകുമാറിനെ അവിടെ ആരും എതിർത്തിട്ടില്ല. UDF സ്ഥാനാർത്ഥിയെ അവിടെ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇന്നലെ രാവിലെ മുതൽ നടന്ന പര്യടന പരിപാടി മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള വലിയൊരു സ്വീകാര്യതയാണ് പ്രാദേശിക തലത്തിൽ പ്രിയപ്പെട്ട UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിൽ പ്രിയപ്പെട്ട UDF-ൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയിക്കും. വിഷയദാരിദ്ര്യം കൊണ്ടാണ് CPM ഇത്തരത്തിലുള്ള പ്രാദേശിക ചെറിയ ചെറിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. UDF ചെയർമാൻ P. ഹംസ കുഞ്ഞാപ്പു, കൺവീനർ BK മുജീബ്, MA ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.